ചാർലി ചാപ്ലിൻ. വരച്ചു വെച്ച പുഞ്ചിരിയും ബൗളർ തൊപ്പിക്കും പിന്നിൽ ദാരിദ്ര്യത്തെ കവിതയാക്കി മാറ്റിയ ഒരു മനുഷ്യനായിരുന്നു ചാർലി ചാപ്ലിൻ. ആളുകളെ ചിരിപ്പിക്കുക മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ അവരെ അനുഭവിപ്പിക്കുകയും ചെയ്യും. 1889 വിക്ടോറിയൻ ലണ്ടനിലെ ചേരിയിൽ ജനിച്ച ചാൾസിന് 10 വയസ്സ് തികയുന്നതിന് മുമ്പ് വിശപ്പ്, ഭവനരഹിതത, ഹൃദയവേദന എന്നിവ അനുഭവിക്കേണ്ടി വന്നു. അമ്മ മാനസിക രോഗിയായിരുന്നു. അച്ഛൻ മദ്യപാനം മൂലം മരിച്ചു. 7 വയസ്സായപ്പോഴേക്കും അദ്ദേഹം ജീവിക്കാനായി വേദിയിൽ പ്രകടനം നടത്തി. എന്നാൽ ആ ഇരുണ്ട ലണ്ടൻ തെരുവുകളിൽ അദ്ദേഹം പലതും പഠിച്ചു. വളരെ ചെറിയ ജാക്കറ്റ്, വലിപ്പമേറിയ ഷൂസ്, മറക്കാനാവാത്ത ആംഗ്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് ചാപ്ലിൻ തൻ്റെ ഐക്കോണിക് റാംബ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം എല്ലാ ദുർബലർക്കും, എല്ലാ സ്വപ്നജീവികൾക്കും, ലോകം അവഗണിച്ച ഓരോ വ്യക്തിക്കും മനുഷ്യ മനസ്സിൽ ഇടം നൽകി. നിശബ്ദ ചലച്ചിത്ര കാലഘട്ടത്തിൽ അഭിനേതാക്കൾ അതിശയോക്തപരമായ ആംഗ്യങ്ങളെ ആശ്രയിച്ചപ്പോൾ ചാപ്ലിൻ ഒരു ബാലെ നർത്തകനെ പോലെ നീങ്ങി. അദ്ദേഹത്തിൻ്റെ ഓരോ വടിയും തൊപ്പിയുടെ ഓരോ അഗ്രവും ഒരു കഥ പറഞ്ഞു. അദ്ദേഹം സ്വയം സംവിധാനം ചെയ്തു, സ്വന്തം സംഗീതം രചിച്ചു, പൂർണ്ണതയ്ക്കായി കഠിനാധ്വാനം ചെയ്തു. ചിലപ്പോൾ ഒരു രംഗം 100 കണക്കിന് തവണ ചിത്രീകരിച്ചു. ദ കിഡ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ് തുടങ്ങിയ സിനിമകൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ചു. അതേസമയം അവരുടെ ഹൃദയങ്ങളെ രഹസ്യമായി തകർത്തു. ഒരു കൊച്ചുകുട്ടിക്ക് അക്രമിയെ മറികടക്കാൻ കഴിയുമെന്നും സ്നേഹത്തിന് ദാരിദ്ര്യത്തെ മറികടക്കാൻ കഴിയുമെന്നും അന്തസ്സിന് സമ്പത്ത് ആവശ്യമില്ലെന്നും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ ചാപ്ലിനും പലപ്പോഴും വിവാദത്തിലകപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ബന്ധങ്ങളും വിമർശിക്കപ്പെട്ടു. റെഡ് സ്കെയറിൻ്റെ സമയത്ത് അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ടു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല അഴിമതികളെ അതിജീവിച്ചു. ഇന്ന് നൂറ്റാണ്ടിലേറെയായി ഒരു കൊച്ചു ട്രാമ്പ് ഇപ്പോഴും നമ്മുടെ സ്ക്രീനുകളിൽ അലഞ്ഞു നടക്കുന്നു. ചിരിയും കണ്ണീരും നമ്മൾ വിചാരിക്കുന്ന അത്ര ദൂരത്തല്ലെന്നും ചിലപ്പോൾ ഏറ്റവും ചെറിയൊരു വ്യക്തി സമൂഹത്തിൽ ഏറ്റവും നീളമുള്ള നിഴൽ വീഴ്ത്തുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.